അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ഈ വോയിസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ വേദനയോടുകൂടിയാണ്. നമ്മളൊക്കെ കേട്ടു കണ്ടു, അങ്ങനെ പല രീതിയിലും വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇന്നലെ പാലക്കാട് കരിമ്പയിൽ വെച്ച് ഒരു ലോറി മറിഞ്ഞ് 4 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിട പറയുകയുണ്ടായി. അള്ളാഹു പ്രിയപ്പെട്ട 4 മക്കളുടെയും ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ കഴിയില്ല. രാവിലെ മക്കൾ പഠിക്കാൻ പോയി തിരിച്ച് ആംബുലൻസിൽ കഫംപുടവയിൽ അവരുടെ ജനാസ കൊണ്ടുവരുന്നൊരു രംഗം ഒരാൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നലെ പാലക്കാട് കരിമ്പയിൽ അങ്ങനെ ഒരു വാർത്തയാണ് സംഭവിച്ചത്. രാവിലെ പഠിക്കാൻ പോയ മക്കൾ, ആ മക്കൾ തിരിച്ചു വന്നത് കഫംപുടവയിൽ ജനാസയായി ആംബുലൻസിൽ വന്നൊരു രംഗം. അള്ളാഹു മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, ഞങ്ങളുടെ മക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ല. നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മളൊക്കെ എല്ലാ ത്യാഗങ്ങളും സഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞാനൊക്കെ ഒരു ഖത്തീബ് എന്ന നിലയിൽ പറയുക, പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും പല ചെറിയ മക്കളുടെ മയ്യത്ത് ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ വിതുമ്പുന്ന കണ്ണുനീരോടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, അപകടങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ല, പെട്ടെന്നുള്ള വേർപാടിനെ തൊട്ട് ഞങ്ങൾ ഏവരെയും നീ കാത്തിരക്ഷിക്കണേ അല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, രാവിലെ പോയതല്ലേ പഠിക്കാൻ. ഞാൻ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഒരു CCTV വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ 4 പെൺകുട്ടികൾ, 4 സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോവാണ് സ്കൂൾ വിട്ടിട്ട്. ഇന്ന് ആ പ്രിയപ്പെട്ട മക്കൾ ഒരുമിച്ച് ഒരേ ഖബറിൽ ആ 4 പേര് കിടക്കുകയാണ്. അള്ളാഹു അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. ആ 4 മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ സ്നേഹത്തോട് പറയുകയാണ്, നമ്മുടെ മക്കൾക്ക് ഇൻഷാ അല്ലാഹ് ഔറാദുകളും ദിക്റുകളും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ഇൻഷാ അല്ലാഹ് അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപകടങ്ങൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ മക്കളൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ, നമ്മുടെ മക്കളൊക്കെ ബൈക്ക് ഓടിക്കുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ, വണ്ടി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ട് ഓടിക്കാനും, അവരോട് ഹെൽമെറ്റ് ധരിക്കാനും, സ്പീഡ് കുറച്ച് പോകാനും, അവരോട് ശ്രദ്ധാപൂർവ്വം വണ്ടി ഓടിക്കാനൊക്കെ എന്ത് ചെയ്യും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളോട് പറയുക. നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ആ മരണപ്പെട്ടു പോയ 4 മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. അവർക്ക് വേണ്ടി യാസീനുകളും സൂറത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഹദിയ ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയ 4 മക്കളുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ 4 മക്കളും നാളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കി അള്ളാഹു 4 മക്കളെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.